അടുത്ത ടോപ്പിക് തുടങ്ങുകയാണ് സ്ട്രിംഗ് ഫങ്ഷൻസ്. ബിൽറ്റിംഗ് ഫങ്ഷൻസ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രിംഗ് ഫങ്ഷൻസ്. സ്ട്രിംഗ് ഫങ്ഷൻസ് ബിൽറ്റിംഗ് ഫങ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫങ്ഷൻസ് ബിൽറ്റിംഗ് ഫങ്ഷൻസ് ആണ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഹെഡർ ഫയൽ സ്ട്രിംഗ് ഡോട്ട് എച്ച്, അല്ലെങ്കിൽ നമുക്ക് ടെർബോ സി കൊണ്ടാണ് സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറയുന്നത്. ടെർബോ സി നമ്മൾ പഠിക്കുന്നത് ജീനിയാണ്. ജീനി കമ്പൈലറാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് സി സ്ട്രിംഗ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് ഈ സ്ട്രിംഗ് ഫങ്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സ്ട്രിംഗ് ഫങ്ഷൻസിന് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഹെഡർ ഫയൽ കോൾഡ് സി സ്ട്രിംഗ്. സി സ്ട്രിംഗ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? ഈ സ്ട്രിംഗ് ഫങ്ഷൻസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് strlen. strlen used to find the length of a string. Used to find the length of a string. ഒരു സ്ട്രിങ്ങിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനാണ് വിളിപ്പി കളിച്ചത്. യൂസ് ടു ഫൈൻഡ് ദ ലെന്ത് ഓഫ് എ സ്ട്രിങ്. അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് സ്ട്രിംഗ് ലെന്ത് ഫങ്ഷൻ. അതിൻ്റെ ജനറൽ സിൻടാക്സ് എന്ന് പറയുന്നത് ഇൻറ്റ് strlen ബ്രാക്കറ്റിനകത്ത് സ്ട്രിംഗ്. ഇൻറ്റ് strlen ബ്രാക്കറ്റിനകത്ത് സ്ട്രിംഗ്. ഓക്കെ, ഇൻറ്റ് സ്ട്രിംഗ് ലെന്ത് സ്ട്രിംഗ്. അവിടെ നമ്മൾ സ്ട്രിംഗ് ലെന്ത് ഇസ് ദ ഫങ്ഷൻ. strlen എന്നാണ് സ്ട്രിംഗ് ഫങ്ഷൻ്റെ പേര്, ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. അതിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് സ്ട്രിംഗ്. ഓക്കെ, നമ്മുടെ പാസ് ചെയ്യുന്നൊരു സ്ട്രിംഗ് ആയിരിക്കും. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് കോഡ് എഴുതുന്നുണ്ട്. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. str സൈസ് പറയുന്നു str is equal to welcome. str is equal to welcome. int n is equal to strlen of str. n is equal to strlen of str. str എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രിംഗ് ആണ്. ഓക്കെ, cout n. അപ്പോൾ str എന്ന് പറഞ്ഞൊരു അറേ നെയിമുണ്ട് ഓഫ് ടൈപ്പ് ക്യാരക്ടർ. അതിലേക്ക് എന്ത് സ്റ്റോർ ചെയ്തു? വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തൊക്കെയാണ്. എന്നിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു n ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. എന്താണ്? ഇൻറ്റിജർ ടൈപ്പാണ്. n ഈസ് ഈക്വൽ ടു str ലെന്ത് ഓഫ് സ്ട്രിംഗ് ലെന്ത് ഓഫ് str. cout n. എന്നിൻ്റെ വാല്യൂ ഔട്ട് ചെയ്യാൻ പറയുന്നു. എന്നിലേക്ക് അത് സ്റ്റോർ ചെയ്യാൻ പറയുന്നു. എന്നിൻ്റെ വാല്യൂ ഔട്ട് ചെയ്യാൻ പറയുന്നു. ഔട്ട്പുട്ട് വിൽ ബി ദ ലെന്ത് ഓഫ് ദി സ്ട്രിംഗ്. ആ ലെന്തിന് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ആ സ്ട്രിങ്ങിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, അതാണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. എത്ര എണ്ണമുണ്ട്? 7 ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്നിൻ്റെ അകത്ത് എത്ര സ്റ്റോർ ചെയ്യും? 7 സ്റ്റോർ ചെയ്യും. ഔട്ട്പുട്ട് വിൽ ബി 7. ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്ട്രിംഗ് ലെന്ത് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ.
അടുത്ത പറയുന്നത് രണ്ടാമത്തെ ഫംഗ്ഷനാണ് strcpy. strcpy ഫംഗ്ഷൻ, അതായത് സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഞാൻ എല്ലാം ഫംഗ്ഷൻ നെയിം എല്ലാം എഴുതിയിരിക്കുന്നത് സ്മോൾ ലെറ്ററിലാണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും തന്നെ എഴുതിയിട്ടില്ല, എല്ലാം സ്മോൾ ലെറ്ററാണ് കേട്ടോ. അപ്പം ഒരിക്കലും ഫങ്ഷൻസ് നെയിം, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് നെയിംസ് എങ്ങനെയാണോ അവർ പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെ എഴുതാവും. നമുക്കവിടെ ക്യാപിറ്റൽ ലെറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫങ്ഷൻ നെയിംസ് എല്ലാം തന്നെ സ്മോൾ ലെറ്ററാണ്, ക്യാപിറ്റൽ ലെറ്റർ അല്ല. അപ്പം strcpy ഫങ്ഷൻ അപ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ് ടു കോപ്പി one string to another. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് strcpy string 1, string 2. And general form string 1, string 2. strcpy string 1, string 2. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് പറയുന്നുണ്ട്. ക്യാരക്ടർ S1 of size 10, S2 of size 10 is equal to welcome. strcpy of S1, S2. strcpy S1, S2. cout S1. സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രിങ്ങിനകത്ത് കിടക്കുന്ന ഡേറ്റ എവിടെ സ്റ്റോർ ചെയ്യും? വേറൊരു സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുവേണ്ടി ഞാൻ രണ്ട് സ്ട്രിങ് ഇവിടെ ഞാൻ ക്യാരക്ടറെ ഡിക്ലെയർ ചെയ്തു ടു റെപ്രസെൻറ്റ് 2 സ്ട്രിങ്. രണ്ട് സ്ട്രിങ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് രണ്ട് ക്യാരക്ടറെ ഞാൻ ഡിക്ലെയർ ചെയ്തു, S1ഉം S2 ഓഫ് സൈസ് 10. S2ലേക്ക് ഞാൻ വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ പറയാണ് strcpy S1, S2. strcpy S1, S2. അപ്പോൾ ഡെസ്റ്റിനേഷൻ സ്ട്രിങ് എന്ന് പറയുന്നത്, സോഴ്സ് സ്ട്രിങ് എന്ന് പറയുന്നത് S2 ആണ്. S2ൽ എന്താ കിടക്കുന്നത്? വെൽക്കം എന്നാണ് കിടക്കുന്നത്. അത് എങ്ങോട്ട് കോപ്പി ചെയ്യും? S1ലേക്ക് കോപ്പി ചെയ്യും. അപ്പം cout S1 എന്ന് പറയുമ്പോഴേക്കും എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്? വെൽക്കം എന്ന് കിട്ടും. അതായത് രണ്ടാമത് കിടക്കുന്ന സ്ട്രിങ്ങിനകത്ത് കിടക്കുന്ന ഡേറ്റ എന്താണോ അത് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വിൽ ബി വെൽക്കം. ഓക്കെ, അടുത്ത പറയുന്നത് strcat ഫംഗ്ഷൻ. strcat function. It appends append. It append one string to another string. It append append. Append means കൂട്ടി യോജിപ്പിക്കുക, കമ്പൈൻ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് append. It append one string to another string.
one string to another string. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് str cat string 1 comma string 2. string 1 comma string 2. ഈ ജനറൽ സിൻടാക്സ് എല്ലാത്തിൻ്റെ ജനറൽ സിൻടാക്സ് പഠിച്ചു വെച്ചിരിക്കണം. എല്ലാ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെയും ജനറൽ സിൻടാക്സ് പഠിച്ചു വെച്ചേക്കണം. കാരണം പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് രണ്ട് സ്ട്രിങ് ഇവിടെ വേണം നമുക്ക്. രണ്ട് സ്ട്രിങ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ്, കമ്പൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് സ്ട്രിങ് അറേ ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുക. CHAR S1 of 10 is equal to welcome. Comma S2 of 10 of size 10 is equal to C++. രണ്ട് സ്ട്രിങ് ഉണ്ട്, S1 S2 ഓഫ് ടൈപ്പ് ക്യാരക്ടർ. അതിലേക്ക് ആദ്യത്തെ സ്ട്രിങ്ങിലേക്ക് വെൽക്കം എന്നും രണ്ടാമത്തെ സ്ട്രിങ്ങിലേക്ക് C++ എന്ന് പറയുന്ന രണ്ട് സ്ട്രിങ് ഞാൻ സ്റ്റോർ ചെയ്തു. ഇത് ഞാൻ എഴുതുകയാണ്. strcat S1, S2 ഇങ്ങനെ എഴുതുന്നു. ST കിടക്കുന്ന കണ്ടന്റ് എങ്ങോട്ട് കോപ്പി ചെയ്യപ്പെടും? എങ്ങോട്ട് കോപ്പി ചെയ്യും? S1 കിടക്കുന്ന സ്ട്രിങ്ങിൻ്റെ ബാക്കിയായിട്ട് കോപ്പി ചെയ്യും, അപ്പൻഡ് ചെയ്യും, ആഡ് ചെയ്യും. അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നില്ല, കമ്പൈൻ ചെയ്യും. S1 എന്ന സ്ട്രിങ് അവിടെ തന്നെ കാണും. അതിൻ്റെ ബാക്കിയായിട്ട് ഏതും കൂടെ കൂട്ടിച്ചേർക്കും? S2-നകത്തുള്ള കണ്ടന്റും കൂടെ കൂട്ടി ചേർക്കും. അപ്പം C ഔട്ട് S1 എന്ന് കൊടുത്താൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടും? വെൽക്കം ടു ഔട്ട്പുട്ട് വിൽ ബി വെൽക്കം ടു C++. ഇതാണ് സ്ട്രിങ് കാറ്റ് strcat ഫംഗ്ഷൻ. അടുത്ത strcmp ഫംഗ്ഷൻ. It combines two strings. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് strcmp. STRൻ്റെ ജനറൽ ഫോം strcmp string 1, string 2. ഈ ഫംഗ്ഷന് മൂന്ന് വാല്യൂസ് റിട്ടേൺ ചെയ്യാം. ഈ ഫംഗ്ഷൻ 3 വാല്യൂ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അതൊന്നെന്ന് പറഞ്ഞാൽ റിട്ടേൺ 0. if string 1 and string 2 are same. If string 1 and string 2 are same. Return 0 if string 1 and string 2 are same. അടുത്ത returns negative value if string 1 is alphabetically lower than string 2. If string
1 is alphabetically lower than string 2. Returns negative value if string 1 is alphabetically lower than string 2. Is alphabetically lower than string 2. Third, returns positive value if string 1 is alphabetically higher than string 2. If alphabetically higher than string 2. 3 വാല്യൂ റിട്ടേൺ ചെയ്യാം ഈ ഫംഗ്ഷൻ. ഒന്നുകിൽ 0 ആയിരിക്കാം, എന്തായിരിക്കും, string 1 string 2 സെയിം ആയിരിക്കും. ഓക്കെ. രണ്ടാമത്തെ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് എപ്പോഴാണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്? string 1 string 2-നേക്കാളും ആൽഫബറ്റിക്കലി ലോവർ ആണെങ്കിൽ. അതുപോലെ റിട്ടേൺസ് പോസിറ്റീവ് വാല്യൂ ഇഫ് string 1 ഈസ് ഹയർ ദാൻ ആൽഫബറ്റിക്കലി ഹയർ ദാൻ string 2. ഇത് മീൻസ് പറയുന്നത് ആൽഫബറ്റിക്കലി ഹയർ എന്ന് പറയാൻ കാര്യം അതിൻ്റെ ഒക്കറൻസ് കൊണ്ടാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ. കാരണം എല്ലാ സ്ട്രിങ്സും നമ്മൾ ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഇൻറ്റേർണലി സ്റ്റോർ ചെയ്യുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് ആസ്കി വാല്യൂനെ വെച്ചാണ്. ഇപ്പം ക്യാപിറ്റൽ ലെറ്റർ എ കാളും ഹയർ ആണ് ക്യാപിറ്റൽ ലെറ്റർ എഫ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എഫ്. എ എന്ന് പറഞ്ഞാൽ 65 ആണ് തുടങ്ങുന്നത്. അപ്പോൾ എ 65, ബി 66, സി 67, ഡി 68, ഇ 69, എഫ് 70. അപ്പോൾ എക്കാളും ഹയർ ഏതാണ്? എഫ് ആണ്. ആൽഫബറ്റിക്കലി ഹയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം അതിൻ്റെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഇൻറ്റേർണലി അതിൻ്റെ ആസ്കി വാല്യൂ ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചോണം. അപ്പോൾ ഈ ക്യാപിറ്റൽ എ ആണോ എഫ് ആണോ ഹയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ആണ് ഹയർ. കാരണം എയുടെ ആസ്കി വാല്യൂ എത്രയാണ്? 65 ആണ്. എഫിൻ്റെ ആസ്കി വാല്യൂ എത്രയാണ്? 70 ആണ് അല്ലേ? 65, എ എന്ന് പറയുന്നത് 65, ബി എന്ന് പറയുന്നത് 66, സി എന്ന് പറയുന്നത് 67, ഡി എന്ന് പറയുന്നത് 68, ഇ എന്ന് പറയുന്നത് 69, എഫ് എന്ന് പറയുന്നത് 70. അപ്പോൾ നമ്മൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഇത് എഴുതുന്നുണ്ട്, ഒരു കോഡ് എഴുതുന്നുണ്ട്. അത് ഞാൻ എഴുതാൻ പോവാണ്.
രണ്ട് സ്ട്രിങ് ഉണ്ട്, ദീപ്തി, ദിവ്യ. ദീപ്തിയെ ഞാൻ S1 എന്ന് പറയുന്ന സ്ട്രിങ് ക്യാറ്റ് അറയ്ക്കകത്ത് ഞാൻ സ്റ്റോർ ചെയ്തു. ദിവ്യയെ S2 എന്ന് പറയുന്ന ക്യാറ്റ് അറയ്ക്കകത്ത് ഞാൻ സ്റ്റോർ ചെയ്തു. ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു n ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. എൻ്റെ n ഈസ് ഈക്വൽ ടു strcmb S1, S2. S1, S2 ഞാൻ കമ്പയർ ചെയ്യാണ്. S1 എന്ന് പറയുന്ന ദീപ്തിയും S2 എന്ന് പറയുന്ന ദിവ്യയും. 3 വാല്യൂ ഉണ്ടാവാമെന്ന് പറയുന്നു. ഒന്ന് റിട്ടേൺസ് 0. ഇഫ് n ഈസ് ഈക്വൽ ടു 0 അങ്ങനെയാണെങ്കിൽ എന്തോ പറയുന്നു, സി ഔട്ട് ദ സ്ട്രിങ് ആർ സി. എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഒരു സ്ട്രിങ് ഔട്ട്പുട്ട് ചെയ്യാൻ. ഇതാ സ്ട്രിങ്സ് ആർ സെയിം. എൽസ് ഇഫ് അല്ല, എന്നിന് 0 അല്ലെന്നുണ്ടെങ്കിൽ n ഈസ് ലെസ് ദാൻ 0. അടുത്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എന്നിൻ്റെ വാല്യൂ 0യേക്കാളും കുറവാണ്, അതായത് നെഗറ്റീവ് വാല്യൂ ആണോ? ആണെങ്കിൽ S1 ഈസ് ലെസ് ദാൻ S2 എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. S1 ഈസ് ലെസ് ദാൻ S2 എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അല്ലെങ്കിൽ സി ഔട്ട് S1 ഈസ് ഗ്രേറ്റർ ദാൻ S2. പറഞ്ഞു മനസ്സിലായോ? അപ്പം അതായത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇത് ഒന്നീ 0 ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ, പോസിറ്റീവ് വാല്യൂ ഉള്ളൂ. അപ്പം എൽസ് മീൻസ് അത് നെഗറ്റീവും 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സി ഔട്ട് S1 ഈസ് ഗ്രേറ്റർ ദാൻ S2. ഇൻ ദിസ് കേസ് വാല്യൂ വിൽ ബി, ഔട്ട്പുട്ട് വിൽ ബി എന്താണ്, S1 ഈസ് ലെസ് ദാൻ S2 ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണ് അല്ലേ. നിങ്ങൾ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഡിയും സെയിം, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇ കഴിഞ്ഞിട്ടാണ് എന്താ വരുന്നത്, ഐ വരുന്നത്. അടുത്ത ഇ കഴിഞ്ഞിട്ടാണ് വരുന്നത് ബി വരുന്നത്. കണ്ടോ, ഹയർ ഓർഡറിലാണ് വരുന്നത്. അപ്പം ആദ്യത്തെ 2-3 തന്നെ വാല്യൂസ് ഹയർ ഓർഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ദീപ്തി എന്ന് പറയുന്ന ലോവർ ഓർഡർ ആൽഫബറ്റ്സ് ആയിരിക്കും. S2 കിടക്കുന്ന ദിവ്യ എന്ന് പറയുന്ന ഹയർ ഓർഡർ ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് S1 ഈസ് ലെസ് ദാൻ S2 ആണ്. നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത പറയുന്നത് ടു സ്ട്രിങ് അല്ല, TW രണ്ട് സ്ട്രിങ് ആണ്. TO എന്ന് എഴുതി വെച്ച, സോറി കേട്ടോ, TW എന്നാണ്, 2 സ്ട്രിങ്. അടുത്ത പറയുന്നത് സിക്സ്ത് വൺ, strcmbi. ഇവിടെയും കമ്പാരിസൺ ആണ്, ഇറ്റ് കമ്പയർസ് 2 സ്ട്രിങ്സ് തന്നെയാണ്. ഇഗ്നോറിങ് ദ കേസസ്. ഇഗ്നോറിങ് ദ കേസസ് ഇവിടെ, അതായത് സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും സെയിം ആയിട്ട് കൺസിഡർ ചെയ്യും. സ്ട്രിങ് കമ്പയർ strcmb അങ്ങനെയല്ല. ആൽഫബറ്റ്, ക്യാപിറ്റൽ ആൽഫബറ്റ്സും സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സും ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. എവിടെ, strcmb ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ. ഇതിനകത്ത് strcmbi ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് കമ്പയർസ്, ഇവിടെയും കമ്പാരിസനാണ് നടക്കുന്നത്. ഇറ്റ് കമ്പയർസ് ദ സ്ട്രിങ്സ് ആൻഡ് ഇഗ്നോർസ് ദ കേസസ്. അതായത് കേസ് സെൻസിറ്റീവ് അല്ല. അതായത് സ്മോൾ ലെറ്റർ ഐയെ ക്യാപിറ്റൽ ലെറ്റർ ഐയെ സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സ്മോൾ ലെറ്റർ ആർ ട്രീറ്റഡ് ആസ് സെയിം. അല്ലെങ്കിൽ അപ്പർ കേസ് ലെറ്റേഴ്സ് uppercase and lower case letters are treated as same. Are treated as same. Upper case and lower case letters are treated as same. അപ്പോൾ ഞാൻ ഇതിന് ചെറിയൊരു വ്യത്യാസം വരുന്നതാണ്. ഇവിടെ 3 വാല്യൂ റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഓക്കെ,
ഇവിടെ ഞാൻ ഈ വാല്യൂവിന് ചെറിയ വ്യത്യാസം കൊടുക്കുക. സനിൽ ആദ്യം S1 ലോവർ അപ്പർ കേസ് സനിലിനെ ഞാൻ സ്റ്റോർ ചെയ്തു. S2 ലോവർ കേസ് സനിലിനെ ഞാൻ സ്റ്റോർ ചെയ്തു. SANIL. ഓക്കെ, എന്താ പറയുന്നത്? സ്ട്രിംഗ് കമ്പയർ ഇഗ്നോർ strcmp എന്താ ചെയ്യുമെന്ന് പറയുന്നത്? രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യും. എങ്ങനെ കമ്പയർ ചെയ്യും? അതിൻ്റെ കേസ് നോക്കാതെ കമ്പയർ ചെയ്യും. അപ്പം നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്ത് കിട്ടും? ഔട്ട്പുട്ട് വിൽ ബി ദ സ്ട്രിങ് ആർ സെയിം. രണ്ടിടത്തും എന്താണ്? സനിൽ തന്നെയാണ്. S1 എന്ത് സ്റ്റോർ ചെയ്തേക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്നു. S2 എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നു? സ്മോൾ ലെറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ എങ്കിൽ ഇവിടെ strcmp i കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? രണ്ടും സെയിം ആയെന്നുള്ളത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? The strings are same. ഇത്രയുമാണ് നമുക്ക് സ്ട്രിംഗ് ഫംഗ്ഷൻസിനകത്ത്, ബിൽറ്റിംഗ് ഫംഗ്ഷൻസിനകത്ത് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് എല്ലാം കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇനിയുണ്ട് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉണ്ട്, കൺവേർഷൻ ഫംഗ്ഷൻസ് ഉണ്ട്, ധാരാളം ഫംഗ്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇത്രയൊന്നും അല്ല, സ്ട്രിംഗ് ഫംഗ്ഷൻസിന് ധാരാളം ഉണ്ട്. നിങ്ങൾ 6 പഠിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വേറെ C++ ധാരാളം സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വെറും 6 പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്ട്രിംഗ് ഫംഗ്ഷൻസ് നമ്മൾ മൊത്തം 6 ഉണ്ട്. ഒന്ന് സ്ട്രിംഗ് ലെങ്ത് ഫംഗ്ഷൻ, 2 സ്ട്രിംഗ് കോപ്പി ഫംഗ്ഷൻ, അടുത്ത സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ, സ്ട്രിംഗ് strcat ഫംഗ്ഷൻ, അടുത്ത സ്ട്രിംഗ് കമ്പയർ ഫംഗ്ഷൻ, അടുത്ത സ്ട്രിംഗ് കമ്പയർ ഇഗ്നോറിങ് കേസസ്. ഇത്രയും ഫംഗ്ഷൻസാണ് നിങ്ങൾക്ക് പഠിക്കാൻ പ്രധാനമായിട്ട് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഉള്ളത്. അടുത്ത ബിൽറ്റിംഗ് ഫംഗ്ഷനാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. അത് നെക്സ്റ്റ് സെക്ഷനിൽ എടുക്കുന്നതായിരിക്കും.